സെറാങ്ക് ഓഫ് രണഗഞ്ചി എന്ന ലെസണിലെ ബാക്കി ഭാഗം നമുക്കൊന്ന് പഠിക്കാം. In the stern of the ship, protected from the view by a battery of derricks and donkey engines, he set to work. Within an hour, he had erected with silent efficiency a large canvas shelter. Mattresses and sheets were then brought up and the two patients were comfortably installed. ഇപ്പോൾ ഇവിടെ പറയുന്നത് കപ്പലിൻ്റെ പുറകു വശത്തുള്ള, അതായത് അതിൻ്റെ ചെറിയ മറ്റുള്ള എൻജിനും ക്രെയിനും ബാറ്ററിയും ഇതൊക്കെ വച്ചിട്ടുള്ള സ്ഥലത്ത് അവർ ഒരു ടെൻറ്റ് നിർമ്മിക്കുവാൻ തുടങ്ങി. 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹം തൻ്റെ കഴിവ് ഉപയോഗിച്ച് രോഗികളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ഷെൽട്ടർ ഉണ്ടാക്കി. അതിനുശേഷം കിടക്കകളും ഷീറ്റുകളും അവിടെ കൊണ്ടുവന്നു. പിന്നെ 2 രോഗികളെയും സുരക്ഷിതമായി അവിടെ വന്ന് താമസിപ്പിച്ചു. Our next step was to master the crew for a thorough medical inspection. One of the stokers who complained of fever and headache showed the prodromal nodules with the beginning of the typical rash. He was isolated with the other cases. അതിനുശേഷം കപ്പലിലുള്ള എല്ലാവരെയും നല്ല രീതിയിൽ മെഡിക്കൽ ചെക്കപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. കപ്പലിൽ ഇന്ധനം ഫില്ല് ചെയ്യുന്നവരിൽ ഒരാൾക്ക് ചെറിയ ഹെഡേക്കും അല്ലെങ്കിൽ തലവേദനയും പനിയും ദേഹത്ത് ചെറിയ കുരുകളും കണ്ടതിനെ തുടർന്ന് ആ വ്യക്തിയെ ടെൻറ്റിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. Who is going to help me attend these men? Hassan glanced at me in surprise. Why? Naturally, it is I. You must be careful. This disease is most contagious. I'm not afraid, Dr. Sahib. ഇപ്പോൾ ഡോക്ടർ ചോദിക്കുന്നു, ഇത്തരം രോഗം ബാധിച്ച വ്യക്തികളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ആരാണ് എന്നെ ഇപ്പോൾ സഹായിക്കാൻ പോകുന്നത്? അപ്പോൾ അതേസമയം ആ സ്രാങ്ക് എന്ന ഹസൻ വളരെ അതിശയത്തോടെ ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു, സ്വാഭാവികമായും ഞാൻ തന്നെയാണ്. ഇപ്പോൾ ഡോക്ടർ ഹസനോട് പറയുന്നു, നീ വളരെ സൂക്ഷിക്കണം. ഈ രോഗം വളരെ പകർച്ചവ്യാധിയുള്ളതാണ്. അപ്പോൾ ഹസൻ ഡോക്ടറിനോട് പറയുന്നു, എനിക്ക് ഇതിലൊന്നും പേടിയില്ല എന്ന്. Together Hassan and I sponged the patients with a permanganate solution, administered to each man a strong antipyretic, hug sheets soaked in disinfectant around the shelter and set up with this little secret area. A cooking stove where liquids could be heated and simple meals prepared. ഇവർ 2 പേരും ചേർന്ന് അവിടെയുള്ള രോഗികളുടെ ശരീരം മുഴുവനും പെർമാംഗനേറ്റ് സൊല്യൂഷൻ ഉപയോഗിച്ച് തുടച്ചു. പിന്നെ അവർക്ക് ടാബ്ലറ്റുകൾ നൽകി. രോഗ അണുക്കൾ പുറത്തേക്ക് പോകാതെ ടെൻറ്റിന് ചുറ്റും നനഞ്ഞ തുണികൾ കൊണ്ട് അതിൻ്റെ നനഞ്ഞ തുണികൾ കൊണ്ട് ടെൻറ്റുകൾ മൊത്തം കവർ ചെയ്യപ്പെട്ടു, അതിൻ്റെ ചുറ്റും കവർ ചെയ്തു. പിന്നെ അവർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടി അവിടെ കുക്കിംഗ് സ്റ്റൗവും പാചകം ചെയ്യുന്നതിന് വേണ്ടി സ്റ്റൗവൊക്കെ അവർ ക്രമീകരിച്ചു. ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് ഈ രോഗം ബാധിച്ച വ്യക്തികൾക്ക് അവർ വളരെ രഹസ്യമായിട്ട് ആ കുക്കിംഗ് ഏരിയയിൽ വെച്ച് ആ ടെൻറ്റിൽ വെച്ച് അവർ പാചകം ചെയ്തു കൊടുത്തു. നെക്സ്റ്റ് മോർണിംഗ്, however, brought fresh cause for concern. I found three new cases among the deck hands. The men already segregated were much worse, and that same afternoon 4 more of crew sickened. We now had 10 cases in our makeshift lazaretto.
It was a situation to test the strongest nerves, but the Serang, calm and unperturbed, gave me fresh heart. In tending the patients, he was indefatigable. അപ്പോൾ പിറ്റേ ദിവസം പ്രഭാതത്തിൽ 3 പുതിയ രോഗികളെ കൂടി ടെൻറ്റിലേക്ക് കൊണ്ടുവന്നു. നേരത്തെ മാറ്റിപ്പാർപ്പിച്ചവരുടെ രോഗാവസ്ഥ വളരെ മോശമായിരുന്നു. അന്നേ ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ 4 രോഗികൾ കൂടെ ടെൻറ്റിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ താൽക്കാലികമായി നിർമ്മിച്ച ഈ ചെറിയ ടെൻറ്റിൽ ഏകദേശം 10ഓളം രോഗികളായി. ഈ അവസ്ഥയിൽ ഈ ഡോക്ടർ വളരെ നെർവസായി മാറുന്നു. പക്ഷേ ആ ശ്രാങ്ക് വളരെ ശാന്തനും പേടിയില്ലാത്ത വ്യക്തിയുമായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ഈ ഡോക്ടറിന്, അല്ലെങ്കിൽ ഇവിടുത്തെ റൈറ്ററായ ഡോക്ടറിന് പോസിറ്റീവ് കറേജ് നൽകി. ഹസന് രോഗികളെ പരിചരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ മനസ്സില്ലായിരുന്നു. Be careful of yourself. I had to beg him, don't go quite so close. Now he showed his strong teeth in a sudden, fleeting smile. Are you careful of yourself, Dr. Sahib? Indeed, I am. Besides, this is my work. Don't worry, Dr. Sahib. I am strong. And it is my work too. പിന്നെ ഞാൻ ഹസനോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, രോഗികളുടെ അടുത്തേക്ക് പോകണ്ട. അതേസമയം ഹസൻ ഒന്ന് ചിരിച്ചുകൊണ്ട് ഡോക്ടറിനോട് പറഞ്ഞു, നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നുണ്ടല്ലോ. ഞാൻ സൂക്ഷിക്കുന്നുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞാൻ സ്ട്രോങ് ആണ്, ഇതെൻ്റെയും കൂടിയുള്ള വർക്കാണ്. I was so weighed down by responsibility that I had slight concern for myself. Although we were moving full steam ahead, Colombo, the nearest port of call, was still 8 days away. The course of the next 48 hours, 4 more stokers went to join the others on the after deck. A total 14 now, and one of the earlier victims had lapsed into coma, seemed likely to die at any hour. Under this added load, I could not sleep. അപ്പോൾ ഇവിടെ പറയുന്നത്, ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൽ എനിക്ക് പേടിയുണ്ട്. കപ്പൽ വേഗം സഞ്ചരിക്കുന്നു എങ്കിലും കൊളംബോയിൽ എത്തിച്ചേരാൻ ഇനിയും 8 ദിവസം വേണം. അടുത്ത 48 മണിക്കൂറിൽ 4 ജോലിക്കാർ കൂടി രോഗം ബാധിച്ചു മറ്റു രോഗികളോടൊപ്പം ചേർന്നു. ഇപ്പോൾ മൊത്തം 14 രോഗികളുണ്ട്. ആദ്യം രോഗം ബാധിച്ചവരിൽ ഒരു വ്യക്തി കോമ സ്റ്റേജിലെത്തി. എപ്പോൾ വേണമെങ്കിലും മരിക്കാം. ഈ ഒരു അവസ്ഥയിൽ എനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. And there, where I knew I should find him, watchful and mute under the stars, was the Serang. How shall I describe the solace which flowed towards me from him as he stood there in meditation, with his long arms folded on his bare chest, motionless as a statue. When a sick man groaned faintly, he would step forward without sound to succor him, and then returning, he would fold his arms while the ship surged slowly forward. അതേസമയം ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ശാന്തനായി ആ ശ്രാങ്ക് അവിടെ ഉണ്ടായിരുന്നു. ശ്രാങ്കിൽ നിന്നും എന്നിലേക്ക് എത്തിയ ആത്മവിശ്വാസം ഞാൻ എങ്ങനെ വിവരിക്കും? അദ്ദേഹം കൈകൾ മടക്കി ചലനമില്ലാത്ത ഒരു പ്രതിമ പോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. രോഗികളിൽ ഒരാൾ വേദന കൊണ്ട് ശബ്ദമുണ്ടാക്കിയപ്പോൾ ഹസൻ മുന്നോട്ട് ചലിച്ച് വളരെ സൗണ്ടൊന്നുമില്ലാതെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ പോയി. അതിനുശേഷം തിരിച്ചു വന്ന് കൈകൾ മടക്കി
കപ്പൽ മുന്നോട്ട് ചലിക്കുന്നതും നിരീക്ഷിച്ച് അവിടെ നിൽക്കും. Had no fondness for speech, but despite the silence of our long night's vigils, I gathered some fragments of his history. He was from the Punjab, whence his parents had wandered to southern India. There, like so many in the coastal area, he had taken to a seafaring life. For nearly 40 years, he had given himself to the oceans of the world, and 15 of these years had been spent in the Ranaganji. Indeed, he had no place on shore, neither family nor friends, in the great landmass of India. He had never married. അപ്പോൾ ഹസൻ സംസാരിക്കാൻ പെട്ടിരുന്നില്ല. എന്നാൽ രാത്രിയിലുള്ള ആ നിശബ്ദതയെ ഹണ്ണിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞുപോയ ചരിത്രത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അദ്ദേഹം പഞ്ചാബിൽ നിന്നായിരുന്നു വന്നത്. അവിടെ നിന്നും തൻ്റെ കുട്ടിക്കാലത്ത് തൻ്റെ പാരൻസിനോടൊപ്പം സൗത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തു. പിന്നെ അവർക്ക് തീരപ്രദേശത്തെ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ കടലുമായിട്ടുള്ള ജോലിയിൽ പാരൻസിനോടൊപ്പം ജീവിച്ചു പോന്നു. ഏകദേശം 40 വർഷത്തോളം കടൽ മാർഗം ലോകത്തിൻ്റെ പല ഭാഗത്തും അദ്ദേഹം പോയി. അതിൽ 15 വർഷം ചിലവഴിച്ചത് രണഗഞ്ചി എന്ന ഈ കപ്പലിലായിരുന്നു. അദ്ദേഹത്തിന് ഫ്രണ്ട്സുകളോ റിലേറ്റീവ്സോ ഒന്നും തന്നെ കരയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹവും കല്യാണവും കഴിച്ചിട്ടില്ലായിരുന്നു. By religion, he was a Muslim. All his life he had acquired nothing, neither property nor money. His few possessions contained in his ship's chest might be worth a few rupees. The thought hurt me, and in an access of mistaken sympathy, I exclaimed, "Hassan, you are doing so much in this emergency. The company must give you extra pay." His forehead creased perplexedly. He was silent for a long moment. Then he answered, "What use is money, Dr. Sahib, to one who has all he needs? I am well enough the way I am." അദ്ദേഹം ഒരു മുസൽമാൻ ആയിരുന്നു. ജീവിതത്തിൽ ഒന്നും തൻ്റേതായിട്ട് നേടിയിട്ടില്ലായിരുന്നു. പണമായാലും ശരി, സ്വത്തായിട്ടും. ആകെയുള്ള സമ്പാദ്യം യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന കുറച്ച് വിലപിടിപ്പുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം. ഇത്രയും കേട്ടപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു. അനുകമ്പയും അയാളോട് തോന്നി. ഞാൻ അയാളോട് പറഞ്ഞു, "ഹസൻ, ഈ അത്യാവശ്യ സമയത്ത് നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നു. കമ്പനി തീർച്ചയായും നിങ്ങൾക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് തരും." ഇത് കേട്ടപ്പോൾ അദ്ദേഹം നെറ്റി ഒന്ന് ചുളുക്കി നിശബ്ദനായി കുറച്ചു നേരം അവിടെ നിന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, "പണം കൊണ്ട് എന്തു ഉപയോഗമാണുള്ളത്? എനിക്ക് ആവശ്യമുള്ളത് എല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ തൃപ്തനാണ്." He was unmistakably sincere, completely detached from the usual hope of reward. Money had no interest for him. He had always despised it. Instead, he had courage, self-control, and faith. The men he worked among lived poor and died poor. He had become the habit of his mind to disregard tomorrow. അദ്ദേഹം പ്രതിഫലത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, വളരെ ആത്മാർത്ഥതയുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. പണത്തോട് ആർത്തിയില്ല, അതിനെ വെറുത്തിരുന്നു. പകരം ധീരതയും സ്വയം നിയന്ത്രണവും വിശ്വാസവുമാണ് ഉള്ളത്. അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തവർ ജീവിച്ചതും മരിച്ചതും പാവപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. നാളത്തെ കാര്യത്തെക്കുറിച്ച്
ചിന്തിച്ച് കരുതി വയ്ക്കാൻ അദ്ദേഹത്തിന് ഹാബിറ്റൊന്നും ഇല്ലായിരുന്നു. സ്റ്റാൻഡിങ് വിത്ത് ഹിം ഇൻ ദ ലിക്വിഡ് മൂൺലൈറ്റ്, ഐ വാസ് സ്ട്രങ് ബൈ എ സ്ട്രേഞ്ച് പാങ്ക്. Beside his clear simplicity, the word's value suddenly seemed dross. A great party had started in the saloon. Indeed, as I viewed my own outlook towards the future, my passionate desire for success and wealth, I was conscious of a secret shame. അദ്ദേഹത്തിനോടൊപ്പം ആ തെളിഞ്ഞ രാത്രിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരു വേദന അനുഭവപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയുടെ മുൻപിൽ ലോകത്തിൻ്റെ മൂല്യം നിലംപതിച്ചതുപോലെ തോന്നി. ആ സമയം കപ്പലിൽ വലിയൊരു പാർട്ടി നടക്കുകയായിരുന്നു. ഞാൻ എന്നിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി. എൻ്റെ ഭാവി, എൻ്റെ ആഗ്രഹം, സമ്പത്ത്, ഇതെല്ലാം ഓർത്ത് എനിക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ നാണം തോന്നി. On the following day, we lost two of our patients. It was Hassan himself who received their shouts, who in his hoarse and hollow voice read aloud a short message from the Ramayana before their bodies, wrapped in a sailcloth with a weight at their feet, were cast overboard at midnight. പിറ്റേ ദിവസം രോഗികളിൽ 2 പേർ മരിച്ചു. ഹസൻ സ്വന്തമായി ഡെഡ് ബോഡി കവർ ചെയ്യുന്നതിനുള്ള തുണികൾ തച്ചു, അവരെ പുതച്ചു. പിന്നെ ബോഡിക്ക് മുൻപിൽ നിന്ന് രാമായണത്തിലെ കുറച്ച് സന്ദേശങ്ങൾ ഉറക്കെ പറഞ്ഞു. അതിനുശേഷം ആ ഡെഡ് ബോഡികളുടെ കാലിൽ വെയിറ്റുകൾ കെട്ടിത്തൂക്കി ആ രാത്രിയിൽ തന്നെ കടലിലേക്ക് എടുത്ത് എറിഞ്ഞു. No fresh cases developed. After a week later, we anchored off Colombo. Soon, the sick man had been taken off to the hospital. Several of the patients showed sign of having passed the crisis, but 3, helpless and delirious, a mass of running swords, were carried in the arms of Hassan. As we stood together, I saw that the strange, dark cheeks were wet with tears. പുതിയ രോഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ ശേഷം നാം കൊളംബോയിൽ എത്തിച്ചേർന്നു. ഉടൻ തന്നെ അസുഖമുള്ള വ്യക്തികളെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ധാരാളം പേഷ്യൻസ് പ്രതിസന്ധികൾ തരണം ചെയ്തു. മറ്റാരും സഹായമില്ലാത്ത 3 വ്യക്തികളെ ഹസൻ തൻ്റെ ചുമലിൽ ചുമന്നു കൊണ്ടുപോയി. അവരെ കൊണ്ടുപോകുമ്പോൾ ഹസൻ അല്ലെങ്കിൽ ആ സ്രാങ്ക് കരയുന്നത് ഞങ്ങൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ തൻ്റെ ചീക്കിലൂടെ ഒഴുകി വീഴുന്നതും നാം നിരീക്ഷിച്ചു. Our passage through the Bay of Bengal was brief and uneventful. I had barely time to recover myself or to realize that the epidemic had been confined before we were anchored alongside the quay at Calcutta. ബേ ഓഫ് ബംഗാളിലൂടെയുള്ള യാത്ര ചുരുങ്ങിയതും സംഭവ വികാസങ്ങളൊന്നും ഇല്ലാത്തതായിരുന്നു. ഈ പകർച്ചവ്യാധിയിൽ നിന്നും നാം കരകയറുമ്പോഴേക്കും കപ്പൽ കൽക്കട്ട തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്നു. Suddenly at my elbow I heard the familiar thrilling of Miss Job Smith. "Oh, look, Rennie, there is that absurd creature again." Once more I followed their united gaze, and there again, down in the after hall, knocking out the hatch battens to unload the baggage, was the object of their mirth, Hassan. പെട്ടെന്ന് തന്നെ എനിക്ക് പരിചയമുള്ള ഒരു സൗണ്ട് കേട്ടു. അത് മിസ് ജോബ് എന്ന സ്ത്രീയുടെ ശബ്ദമായിരുന്നു. അവളുടെ ശബ്ദം ഇങ്ങനെയായിരുന്നു: "നോക്കൂ റനി,
ആ അപൂർവ ജീവിയായ മനുഷ്യൻ വീണ്ടും വന്നു. ഇത് കേട്ടപ്പോൾ ഒരിക്കൽ കൂടെ ഞാൻ ആ സ്ത്രീയെ നോക്കി. അപ്പോൾ അവിടെ കപ്പലിൽ നിന്നും ഗുഡ്സുകൾ അൺലോഡ് ചെയ്യുകയായിരുന്നു. അവരെ നിരീക്ഷിച്ചുകൊണ്ട് ആ കുള്ളനായ ഹസൻ എന്ന ജീവനക്കാരൻ അവിടെ നിൽപ്പുണ്ട്. അപ്പം അദ്ദേഹത്തെ നോക്കി ഈ സ്ത്രീ വീണ്ടും പരിഹസിക്കുന്നതായിട്ട് ഇവിടെ റൈറ്റർ പറയുന്നുണ്ട്. The huntress from Chatham swung round, bent her wit, her fascinations upon me. Where did you keep him during the entire voyage, Doctor dear? In a special cage? ചെതാഹാം നിന്നുള്ള ആ വേട്ടക്കാരി സ്ത്രീ ഹാസ്യരൂപേണ എന്നെ നോക്കിക്കൊണ്ടു ചോദിച്ചു, നീ എവിടെയാണ് ഇദ്ദേഹത്തെ സൂക്ഷിച്ചു വച്ചിരുന്നത് ഈ യാത്രയിലുടനീളം? ഏതെങ്കിലും പ്രത്യേകിച്ചുള്ള ഒരു കൂട്ടിലാണോ? സൈലൻസ്, എ വിഷൻ ഓഫ് സെറാങ്സ് നൊബിലിറ്റി റൈസിംഗ് ബിഫോർ മീ. യെസ്, ഇൻ എ വേ ഇറ്റ് വാസ് എ കേജ്, ബട്ട് ഈസിൻറ്റ് ഇറ്റ് ക്യൂർ, മിസ് ജോബ് സ്മിത്ത്? ദ ആനിമൽസ് വെയർ ഓൾ ഔട്ട്സൈഡ്. അപ്പോൾ അതേസമയം നമ്മളുടെ റൈറ്റർ ഒരു നിമിഷം നിശബ്ദത പാലിച്ചു. അതേസമയം തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ സ്രാങ്ക് എന്ന വ്യക്തിയുടെ മാഹാത്മ്യമായിരുന്നു. പിന്നീട് അദ്ദേഹം അവളോട് പറഞ്ഞു, അതെ, നിനക്ക് അതൊരു കൂടായിരിക്കാം, പക്ഷേ മൃഗങ്ങൾ എല്ലാം പുറത്തായിരുന്നു എന്ന മറുപടിയാണ് നൽകിയത്. അദ്ദേഹം ഇവിടെ പറയുന്നത് ബാഹ്യ സൗന്ദര്യം ഇല്ലാത്ത വ്യക്തിയാണ് യഥാർത്ഥ മനുഷ്യൻ. മറ്റുള്ളവർ മൃഗത്തെ പോലെയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്.